ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 46 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 47-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം. സ്വനുഷ്ഠിതാത് പരധർമാത്, കേമമായി അനുഷ്ഠിക്കുന്ന പരധർമ്മത്തേക്കാൾ, വിഗുണ, ഗുണരഹിതമായ അഥവാ ഗുണം കുറഞ്ഞ സ്വധർമ്മ അനുഷ്ഠാനമാണ് ശ്രേയാൻ, ശ്രേയസ്കരം. സ്വഭാവനിയതം കർമ്മ, സ്വഭാവ അനുഗുണമായ കർമ്മം, അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം, അവനവനിൽ വന്നു ചേരുന്ന കർമ്മം, കുർവൻ ചെയ്യുന്നവൻ, കിൽബിഷം പാപത്തെ ന ആപ്നോതി പ്രാപിക്കുന്നില്ല. കേമമായി അനുഷ്ഠിക്കുന്ന പരധർമ്മത്തേക്കാൾ, അന്യൻ്റെ ധർമ്മത്തേക്കാൾ അല്പം ഗുണരഹിതമാണെങ്കിൽ പോലും, ഗുണം കുറഞ്ഞതാണെങ്കിൽ പോലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരം. അവനവനിൽ വന്നു ചേരുന്ന നിക്ഷിപ്തമായ അവനവൻ്റെ നിയത കർമ്മം ചെയ്യുന്നവൻ, അത് ഏതു തരത്തിലുള്ള കർമ്മമായാലും അത് പാപകരമായി തീരുന്നില്ല. അവനവൻ്റെ സ്വാഭാവികമായ അഭിരുചിക്കും കഴിവിനും അനുസരിച്ച് അവനവനിൽ വന്നു ചേരുന്ന സ്വാഭാവികമായ കർമ്മം, നിക്ഷിപ്തമായ കർമ്മം അർപ്പണബുദ്ധിയോടെ നിഷ്കാമമായി അനുഷ്ഠിച്ചാൽ ആ കർമ്മം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മോശമെന്നോ പാപകരമെന്നോ തോന്നിച്ചാൽ പോലും അയാളെ സംബന്ധിച്ച് അത് ദോഷകരമോ പാപകരമോ ആകുന്നില്ല. അത് ശ്രേയസ്കരമേ ആകൂ. അപ്പോൾ വളരെ കേമമായി അനുഷ്ഠിക്കുന്ന പരധർമ്മത്തേക്കാൾ ശ്രേയസ്കരവും ശ്രേഷ്ഠവുമാണ് അല്പസ്വല്പം ദോഷത്തോടെയാണെങ്കിൽ പോലും അനുഷ്ഠിക്കുന്ന സ്വധർമ്മം. സ്വധർമ്മ അനുഷ്ഠാനത്തിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ ദോഷമോ ഉണ്ടായാൽ പോലും അത് അയാളെ സംബന്ധിച്ച് പാപകാരണമാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, അന്യൻ്റെ കർമ്മം, അതായത് മറ്റൊരാൾക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുക എന്നതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഒരു അധ്യാപകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്നത് തൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കർമ്മമേഖല കണ്ട് അവിടെ തനിക്ക് അയാളേക്കാൾ കേമമായി പ്രവർത്തിക്കാനാകുമെന്ന് ചിന്തിച്ച് സ്വന്തം ഉത്തരവാദിത്വം മറന്ന് സ്വധർമ്മത്തെ വിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത് ധർമ്മലോപമാണ്. അവനവന് വിധിച്ച കർമ്മം ഭംഗിയായി നിർവഹിക്കുക, അതാണ് ശ്രേയസ്കരം. അതുപോലെ സ്വധർമ്മം എന്നാൽ അവനവന് വിധിച്ച കർമ്മം എന്ന് മാത്രമല്ല അർത്ഥം. അവനവൻ പിന്തുടരുന്ന വിശ്വാസ പ്രമാണങ്ങളെന്നും ധർമ്മത്തിന് അർത്ഥമുണ്ട്. ഓരോരുത്തരും ജനിച്ചു വളരുന്ന ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ പഠിക്കുക, മനസ്സിലാക്കുക, പിന്തുടരുക, അതാണ് ശ്രേയസ്കരം. അന്യധർമ്മത്തിൽ ആകൃഷ്ടരായി സ്വധർമ്മം വെടിഞ്ഞ് പരധർമ്മം സ്വീകരിക്കുന്നത് ആത്മഹത്യാപരമാണ്. സ്വധർമ്മത്തെ വേണ്ടവിധം പഠിച്ചിട്ട് താരതമ്യം ചെയ്ത് പരധർമ്മമാണ് മെച്ചമെന്ന് തോന്നിയാൽ പോയിക്കൊള്ളൂ. എന്നാൽ സ്വധർമ്മത്തെ മനസ്സിലാക്കാതെ, അതിനെ പഠിക്കാതെ പരധർമ്മത്തിലേക്ക് എടുത്തു ചാടുന്നത് വിനാശകരമാണ്. സമ്പത്തിൽ മാത്രം ആകൃഷ്ടരായി പരധർമ്മം സ്വീകരിക്കുന്നവരുമുണ്ട്. അവരെ ഈശ്വരൻ രക്ഷിക്കട്ടെ. പക്ഷേ അവർ സ്വധർമ്മത്തോട് ചെയ്യുന്ന പൊറുക്കാനാവാത്ത വഞ്ചനയാണ് എന്ന് മാത്രം അറിയുക. നമ്മുടെ അമ്മ സൗന്ദര്യം കുറഞ്ഞ്
കുറഞ്ഞവളാണ് എന്ന് കരുതി നാം അയൽപക്കത്തെ സുന്ദരിയായ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കുമോ? നമ്മുടെ വീട്ടിലെ ഭക്ഷണം സ്വാദ് കുറവാണെന്ന് കരുതി അന്യൻ്റെ വീട്ടിൽ ചെന്ന് യാചിക്കുമോ? നമ്മൾ സ്വയം ചിന്തിക്കുക. അവനവൻ്റെ ധർമ്മം വെടിഞ്ഞ് പരധർമ്മം സ്വീകരിക്കുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. സ്വധർമ്മത്തിൽ അല്പസ്വല്പം എന്തെങ്കിലും പോരായികളുണ്ടെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ഉത്തമം, പരധർമ്മം സ്വീകരിക്കുന്നതിനേക്കാൾ. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.